നമുക്കെല്ലാവർക്കും അറിയാം, നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വെല്ലുവിളികൾ. ആ വെല്ലുവിളികൾ, അതിനുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതകളിൽ ആശങ്കപ്പെട്ട് കഴിയുകയാണ് മനസാക്ഷിയുള്ള സകല മനുഷ്യരും. നമുക്കെല്ലാവർക്കും അറിയാം, UN അംഗത്വമുള്ള രാജ്യങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷം 80% ആളുകളും ഫലസ്തീൻ ജനതയുടെ സ്വസ്ഥമായ ജീവിതത്തിന് അനിവാര്യമായ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നൊരാശയം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ആ ആശയത്തോട് 100% വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെയും ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത്, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് കേവലം ഒരു സ്വപ്നം മാത്രമായിരിക്കും, പാടെ ഞങ്ങളത് തുടച്ചു നീക്കം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 65,000-ത്തിലധികം ഫലസ്തീനികളെയാണ് ഇസ്രയേൽ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം. കരയാക്രമണവും വ്യോമാക്രമണവും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. ഗസ സിറ്റിയിൽ നിന്ന് അവരെങ്ങോട്ടാണ് പലായനം ചെയ്യേണ്ടത്? അവർ പോകുന്നത് പ്രാണവായു ശ്വസിക്കുവാനുള്ള സ്വസ്ഥമായ ഒരു ഇടം തേടിക്കൊണ്ടാണ്. അവർക്ക് ആവശ്യമുള്ളത് ഒരു ഇറക്ക് വെള്ളമാണ്, ഒരു കഷ്ണം റൊട്ടിയാണ്. ലോക മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങളാണ് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഈ മുഅല്ലിം പ്രസ്ഥാനം ആവശ്യപ്പെടുന്നതും, ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ സന്ദേശ പ്രഭാഷണത്തിലും ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, ജാതിയും മതവും നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ, മനുഷ്യന് വില കൽപ്പിക്കാത്ത ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത തെമ്മാടി രാഷ്ട്രത്തിന്റെ ആ കിരാതമായ ആക്രമണങ്ങൾക്കെതിരെ ഒരേ മനസ്സോടുകൂടെ ലോകത്തെ മുഴുവൻ മനുഷ്യരും പ്രതിഷേധിക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1967 ഇസ്രയേൽ പിടിച്ചെടുത്ത ഭൂമി, ആ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത ഭൂമി നിരുപാധികം ഫലസ്തീനികൾക്ക് വിട്ടുകൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ നമ്മുടെ രാജ്യം, ആ രാജ്യം മുന്നോട്ട് വെച്ച നിലപാട് ഇന്ത്യയുടെ പാരമ്പര്യ നിലപാടായിരുന്നു. 142 രാജ്യങ്ങൾ ആ പ്രമേയത്തെ പിന്തുണച്ച് രംഗത്ത് വന്നപ്പോൾ അതിൽ ഞാനും നിങ്ങളും നിലകൊള്ളുന്ന നമ്മുടെ ഭാരതാംബയുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. യാസർ അറഫാത്തും നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരികളും കാത്തു സൂക്ഷിച്ച പാരമ്പര്യം അതാണ്. അവർ കാത്തു സൂക്ഷിച്ച ആത്മബന്ധം അതായിരുന്നു. പക്ഷേ വളരെ വേദനാജനകമായ ചില വാർത്തകളിലൂടെയും ഇന്ത്യ ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രയേൽ സന്ദർശിക്കുന്നുവെങ്കിൽ അത് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു. ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതും മാത്രമല്ല, ആ സന്ദർശനത്തെ തുടർന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് നെതന്യാഹുവിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ സ്ഥാപിച്ച ബന്ധം ഇതാണ്, സ്വർഗത്തിൽ സ്ഥാപിച്ച ബന്ധമാണിത്, ഇത് അറുത്തുമാറ്റാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. എന്തിനേറെ പറയണം, വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഫലസ്തീനെ പിന്തുണക്കാറുള്ളത്, ഇന്ത്യ ഫലസ്തീനൊപ്പം നിന്നിട്ടുള്ളത്. ഇസ്രയേലിന്റെ തമ്മാടിത്തത്തെ ഇന്ത്യ അംഗീകരിക്കാത്തതും വ്യക്തമായ നയനിലപാടുകളുടെ പേരിലാണ്. അതേസമയം നമ്മൾ ആലോചിക്കണം, ഇസ്രയേലിന്റെ ധനമന്ത്രിയായിട്ടുള്ള, തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള സ്മോട്രിച്ച് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നു, ഡൽഹിയിൽ വന്നു, 3 ദിവസം ഇന്ത്യ സന്ദർശിച്ചു. ആ സ്മോട്രിച്ചുമായിട്ട് വളരെയധികം അഭേദ്യമായ ബന്ധമാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരികൾ കാത്തു സൂക്ഷിച്ചത്. ഇത്തരം വേദനാജനകമായ ചില വാർത്തകൾ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിച്ച വാർത്തകളാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് കഴിയണം. മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച നയം മനുഷ്യത്വത്തിന്റെ നയമാണ്, മാനവികതയുടെ നയമാണ്, മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിന് അപകടകരമാകുന്ന ഏത് കാര്യവും നമ്മൾ ശക്തമായ രീതിയിൽ എതിർത്തില്ല എങ്കിൽ ഭാവിയിൽ വലിയ പരാജയം ഈ ലോകത്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്റെ കോടതിയിൽ വരുന്ന
വിധികളെ കുറിച്ച് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒട്ടനവധി ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയും. ജൂതന്മാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ പോലും ന്യായമായ വിധി വിധിച്ച ഒരു പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് നീതി പുലരണം, ന്യായം പുലരണം, മനുഷ്യത്വത്തിന് വില കൽപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒന്നിച്ച് ശബ്ദമുയർത്തണം. ഇൻഷാ അല്ലാഹ് അതാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. അതാണ് SJM മുന്നോട്ട് വെക്കുന്ന സന്ദേശം. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ ഈ നിമിഷപ്രിയ തൂക്കുകയറി ഏറ്റുവാങ്ങേണ്ട മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന സമയം ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാമായ മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ ഇടപെട്ടു. ആ ഇടപെട്ടത് ഒരു അമുസ്ലിം സഹോദരിക്ക് വേണ്ടിയായപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു പത്രക്കാർ, ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിൽ നിങ്ങൾ എന്തിനാണ് ഇടപെട്ടത് എന്ന്. AP അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി കുറഞ്ഞ വാക്കുകളിലായിരുന്നു, ഞാനൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്റെ കടപ്പാടാണ് നിർവഹിച്ചത് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വില കൽപ്പിക്കേണ്ടതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത്, ആ മനുഷ്യനെ നശിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളോടും നമ്മൾ ശക്തമായി പ്രതികരിക്കണം. വർഗീയത എതിർക്കണം, തീവ്രവാദത്തെ എതിർക്കണം, ഭീകരവാദത്തെ എതിർക്കണം. മനുഷ്യന്റെ ബുദ്ധി കൊള്ളയടിക്കുന്ന ലഹരിക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തണം. SJMന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്.